ഞാൻ പുറത്ത് ഇറങ്ങി തനിച്ച് അവിടുന്ന് അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ജയിച്ചതിന് എല്ലാവരും പുറത്ത് വരുമ്പോ അല്ലേ അറിയുന്നത്. അപ്പോഴും പിന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. അവിടുന്ന് കാറിൽ ഹസ്ബൻഡ് കൂടെ കയറ്റി എന്നെ ഇവിടെ മറ്റു നമ്മുടെ പ്രവർത്തകരുടെ സപ്പോർട്ടോടുകൂടി ഇവിടെ എത്തി. പാലിയേറ്റീവ് കെയറിലുള്ള പേഷ്യന്റിനെ വരെ എടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് അവിടെ ഗ്രൗണ്ടിൽ കിടത്തിയിട്ട് അവർക്ക് മഷി പുരട്ടിയിട്ട് ബാക്കിയുള്ള അവരുടെ പ്രവർത്തകരാണ് നോക്കിടുന്നത്. തുടക്കം മാത്രം. നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി കടക്കൽ പഞ്ചായത്തിൽ പ്രാതിനിധ്യം നേടിയിരിക്കുകയാണ്. ശ്രീമതി അനുപമ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശബ്ദമാണ് അനുപമയുടെ വിജയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷമുണ്ടായിട്ടുള്ള സംഭവങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാനത്തും അവരുടെ പാർട്ടിയുടെ നയമായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും അവർ പ്രഖ്യാപിക്കുന്ന നയങ്ങളുടെയും നിലപാടുകൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. അവർ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയൊക്കെ വലിയ വക്താക്കളായിട്ടാണ് ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ആളുകളായിട്ടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നവരായിട്ടാണ് അവർ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ ഈ 20 പേരുള്ള പഞ്ചായത്ത് സമിതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള സഹിഷ്ണുത പോലുമില്ലാതെ ആ സ്ത്രീക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാനും അവർക്ക് വോട്ട് ചെയ്തവരോട് നന്ദി രേഖപ്പെടുത്താൻ പോലുമുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനം. അങ്ങനെ ഒരു സമീപനമാണിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ സ്വീകരിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. ഈ അക്രമ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ വാർത്തകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നടപ്പിലാക്കിയിരുന്ന മറ്റുള്ളവരെ എല്ലാവരെയും അടിച്ചമർത്തുന്ന സമീപനം, ആ സമീപനം തന്നെയാണ് കടക്കലിൽ സ്വീകരിക്കുന്നത്. ഒരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നവരാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിക്കും അഹന്തക്കുമുള്ള മറുപടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ജനങ്ങൾ നൽകിയത്. കടക്കൽ പഞ്ചായത്തിലും ഇതേ സമീപനം തുടരുന്നതിലൂടെ സ്വന്തം കുഴി മാന്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ പഞ്ചായത്തിൽ ജനങ്ങളുടെ ഇപ്പോഴുള്ള പിന്തുണ ഭീഷണിയിലൂടെ നിലനിർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ്. ഭീഷണിയിലൂടെ അധികകാലം ഈ അധികാരം നിലനിർത്താൻ സാധിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള അടിച്ചമർത്തലിനെതിരായിട്ട്, ഏകാധിപത്യത്തിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാടെടുക്കും. ജനങ്ങൾക്ക് വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട്, ആശയപരമായിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി വരുന്നതാണ് അവർക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.